നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോസിമോൻ റാന്നിയാണ്. കഴിഞ്ഞ കുറച്ച് നാളത്തെ റാന്നിക്കാരുടെ ഒരു ആവശ്യമായിരുന്നു ഒരു ഹോസ്പിറ്റൽ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ റാന്നി വരണമെന്നുള്ളത്. റാന്നിക്കാരുടെ എല്ലാം ആവശ്യമായിരുന്നു. അപ്പം ഞാനും അതിനുവേണ്ടി ഒരുപാട് ശ്രമിച്ചതാണ്. അപ്പോൾ അങ്ങനെ കാച്ചാണത്ത് ഗ്രൂപ്പ് നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇന്ന് റാഫ മെഡ് കെയറിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പം ഞാൻ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് വീഡിയോയിൽ കൂടി നിങ്ങളിലെത്തുന്നത്. ഇപ്പോൾ റിബൺ കട്ട് ചെയ്ത് ഇത് ഇനാഗ്രേഷൻ നടത്തുന്നതായിരിക്കും. അതിന് ശേഷമായിട്ട് നമുക്ക് സ്റ്റേജ് ഒരുക്കിയിരിക്കുന്ന സ്റ്റേജ് പന്തലുമായിട്ട് നമുക്ക് ഇരുന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. പ്രിയ രാജീവ് അബ്രഹാം സാറിനെ അതിനായി ക്ഷണിക്കും. എവരുടെയും അനുമതിയോടുകൂടി നമ്മുടെ മെഡിക്കെയർ, റാഫ മെഡിക്കെയർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. Welcome to Rafa Medcare. Shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessings, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. ഡോക്ടർ മനു എം വർഗീസിന്റെ നേതൃത്വത്തിലാണ് റാഫ മെഡ്കെയർ മുന്നോട്ട് പോകുന്നത് എന്നത് തികച്ചും അഭിമാനകരമാണ്. ഇന്നത്തെ സുദിനത്തെക്കുറിച്ചും ഒപ്പം ഈ ഉദ്ഘാടന ചടങ്ങിന് വന്നെത്തിയ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ആശംസിക്കുന്നതിനുമായി ഡോക്ടർ മനു എം വർഗീസിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും, എല്ലാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, ഈ നാട്ടുകാരെയും എല്ലാവരെയും ഒറ്റ വാക്കിൽ ആദ്യം തന്നെ റാഫ മെഡ്കെയറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എന്താണ് റാഫ മെഡ്കെയർ എന്ന ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തന്നതിന് ശേഷം ഓരോ വ്യക്തികളെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. റാഫ മെഡ്കെയർ എന്ന ഈ സ്ഥാപനം, ഇതിൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ഇവിടെ ഇന്ന് സ്ഥാപിതമായി എന്നുള്ളതിനെപ്പറ്റി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ദീർഘനാളുകളായിട്ട് ഞങ്ങളുടെ പ്രിയ വല്യപ്പച്ചനായ ശ്രീ കെ വർക്കി എബ്രഹാം, അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ ഒരു ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുടെയും സഫലീകരണമാണ് ഇന്ന് ഇങ്ങനെ റാഫ മെഡ്കെയർ എന്ന പേരിൽ ഇങ്ങനൊരു സ്ഥാപനം ഈ പേട്ട ജംഗ്ഷനിൽ ഉടലെടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്. അതിന് ഒരു മുഖാന്തരമായി ഞങ്ങൾ കൊച്ചുമക്കളും മക്കളുമാകുന്ന ഞങ്ങളെ ദൈവം എടുത്തുപയോഗിച്ചു എന്ന് മാത്രമേ ഈ റാഫ മെഡ്കെയറിൻ്റെ ഫോർമേഷനെ പറ്റി പറയാനായിട്ട് ഉള്ളൂ. റാഫ മെഡ്കെയറിൻ്റെ ടീം അംഗങ്ങളായി പ്രവർത്തിക്കുന്നത്, ഇതിന് നേതൃത്വം നൽകുന്നത് ഞങ്ങളുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ തന്നെയാണ്. ഇതിൻ്റെ പ്രൊപ്പറേറ്ററായിരിക്കുന്ന ഡോക്ടർ സൂസന്നെയാണ്.
അതോടൊപ്പം തന്നെ ഡോക്ടർ ലീഡിയ, ഡോക്ടർ പ്രീതി, ഡോക്ടർ മെൽവിൻ, ഞങ്ങളെ ഈ 5 പേരാണ് ഇതിൻ്റെ ഓപ്പറേഷൻസിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ നിർദ്ദേശ അനുസരണമാണ് ഞങ്ങളെല്ലാവരും ഇതുവരെയും പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നത്. ഞങ്ങളുടെ സർവീസസിനെ പറ്റി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 6 വർഷക്കാലമായി ഈ മേഖലയിലുള്ള എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസസ് വെച്ചൂച്ചേരിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുക്കടയിലും പിന്നെ അതിനേക്കാട്ടും കുറച്ച് മികച്ച രീതിയിൽ തടിയൂരും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ ദൈവം എന്നെ എടുത്തുപയോഗിച്ചു. ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇന്ന് നിങ്ങൾ കാണുന്ന റാഫ മെഡ്കെയറിലേക്ക് ഈ റാന്നിയുടെ ഹൃദയഭാഗത്ത് തന്നെ ഇങ്ങനൊരു സ്ഥാപനം അനേകർക്ക് ആശ്വാസമായി തീരുന്ന രീതിയിൽ ഇത്രയും മനോഹരമാക്കി തീർക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും എടുത്തുപയോഗിച്ചു. ഇന്ന് നടക്കുന്ന മെയിൻ കാര്യങ്ങൾ നമ്മളുടെ ഉദ്ഘാടന ചടങ്ങിന് ശേഷം 12 മണി മുതൽ 4 മണി വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. അതിനുശേഷം 4 മണി മുതൽ ഞങ്ങളുടെ നോർമൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 4 മണി മുതൽ ഈ മാസം 31-ാം തീയതി വരെ കൺസൾട്ടേഷൻ ഫീസുകൾ ഒന്നും തന്നെ ഞങ്ങൾ ഈടാക്കുന്നതല്ല. തീർത്തും നിങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷെങ്കിൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് ഞങ്ങൾ പണം ഈടാക്കുമോ എന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ആരും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അഫോർഡബിളായിട്ട് സാധാരണക്കാർക്ക് കയറി ഇറങ്ങി വരാവുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിലാണ് റാഫ മെഡ്കെയർ ഞങ്ങൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ കടന്നു വരുന്ന ഒരാൾ പോലും പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും ചികിത്സ ഞങ്ങൾ നിഷേധിക്കുകയില്ല എന്നുള്ളത് ഞങ്ങൾ റാഫ മെഡ്കെയറിൻ്റെ പേരിൽ ഞങ്ങൾ ഉറപ്പ് നൽകുന്നു. ആർക്കെങ്കിലും പണമില്ല എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം മോണിറ്റർ ചെയ്ത് അവർക്ക് സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഈ നാടിനോട് ഞങ്ങളിന്നും കടപ്പെട്ടിരിക്കുന്നു. മെയിനായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് കാർഡിയോളജി, ന്യൂറോളജി, ENT, ഡെർമറ്റോളജി, ഇത്രയും വിഭാഗങ്ങൾ ഏകദേശം 5 അധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഞങ്ങളിവിടെ തുടങ്ങി വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് 1-ാം തീയതിക്ക് ശേഷമായിരിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുക. കാർഡിയോളജി, എക്കോ, TMD ഉൾപ്പെടെയുള്ള മെഷീൻസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് കെയറുകളാണ് ഞങ്ങൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബയോഡേറ്റ തന്ന് എടുത്തവരല്ല ഇവരാരും. എല്ലാവരെയും 1.5 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഒഴിവാക്കേണ്ടവരെ ഒഴിവാക്കി ഞങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റാഫുകളാണെന്ന് ബോധ്യമുള്ളവരെ ഉറപ്പാക്കിയതിന് ശേഷം വെച്ചൂച്ചറയിലും തടിയൂരിലും അവരുടെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈവൻ ലാബ് അടക്കം ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ലാബിലെ അടക്കമുള്ള എല്ലാ മെഷീനറീസും വളരെ ആക്യുറസി, നല്ല റിപ്പോർട്ടുകൾ, പേഷ്യൻസിന് നല്ല റിപ്പോർട്ടുകൾ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇതിനകത്തുള്ള എല്ലാ മെഷീൻസുകളും എല്ലാ തൈറോയ്ഡ് അടക്കമുള്ള എല്ലാ റിപ്പോർട്ടുകളും അന്ന് തന്നെ പേഷ്യൻസിന് ലഭ്യമാകുന്ന രീതിയിലാണ് ഞങ്ങളുടെ സർവീസ് ഇവിടെ വിപുലപ്പെടുത്തിയിരിക്കുന്നത്. അതുതന്നെ ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത്, ഇത്രയും ഇവിടെ എത്തിച്ചതിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് നൽകിയത് ഞങ്ങളുടെ വല്യപ്പച്ചൻ ചാച്ചാണത്ത് എബനേസർ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ K. വർക്കി എബ്രഹാമാണ്. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി റാഫ മെഡ്കെയറിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ അധ്യക്ഷയായിരിക്കുന്നത് അഡ്വക്കേറ്റ് ബിന്ദു രജി മാഡമാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ലൈസൻസിങ്ങിൻ്റെ കാര്യങ്ങളും എല്ലാം ഞങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയും ഒരു കുടുംബാംഗത്തെ പോലെ ഞങ്ങളോടൊപ്പം ഏത് സമയവും രാത്രി പോലും വിളിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. മാഡത്തെ വളരെ സന്തോഷത്തോടു കൂടി റാഫ മെഡ്കെയറിൻ്റെ പേരിൽ, റാന്നിയുടെ പേരിൽ വളരെ സന്തോഷത്തോടു കൂടി ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞങ്ങളുടെ ഒരു കുടുംബാംഗമാണ് ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ശ്രീ രാജു അബ്രഹാം. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു ഡോക്ടറായിട്ട് ഞാൻ ഇവിടെ നിൽക്കുവാൻ അതിനകത്തൊരു ബേസിക് കൺവേർഷൻ എൻ്റെ ജീവിതത്തിൽ നൽകിയത് അദ്ദേഹമാണ്. ഞാൻ +2 അഡ്മിഷൻ നോക്കിയപ്പോൾ സയൻസ് ഗ്രൂപ്പിന് എനിക്ക് അഡ്മിഷൻ കിട്ടത്തില്ലായിരുന്നു. അന്ന് അദ്ദേഹം നൽകിയ മാനേജ്മെൻറ്റ് സീറ്റിലാണ് എനിക്ക് MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അഡ്മിഷൻ ലഭിച്ചത്. അന്ന് ആ ഒരു സീറ്റ് എനിക്ക് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഒരു ഡോക്ടറായിട്ട് ഇവിടെ നിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല.
ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ പ്രാരംഭത്തിൽ എല്ലാവരുടെയും പേരുകൾ പറയുന്നത് ഇനി ഉചിതമല്ല. ഡോക്ടർ മനു സ്വാഗതം എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്. വിശിഷ്ട പ്രധാന ഉത്തരവാദിത്തങ്ങളിൽ നിൽക്കുന്ന ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഡ്വക്കേറ്റ് ബിന്ദു രജി വളരെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ സപ്പോർട്ടും തന്ന് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉള്ള ആളാണ്. അതുപോലെ തന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് മറ്റാരുമല്ല, ശ്രീ രാജു എബ്രഹാം. റാന്നിയുടെ എല്ലാ പൾസും എല്ലാവരുടെയും പൾസ് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഞങ്ങളുടെ കുടുംബ സുഹൃത്തും എൻ്റെ വ്യക്തിപരമായ നിലയിലും ഉള്ള ബന്ധത്തിൻ്റെ പേരിലും ഉള്ള എല്ലാ സ്വാഗതങ്ങളും ഇപ്പോൾ ഞാൻ ഇത് അറിയിക്കുന്നു. ബഹുമാന്യ തിരുമേനി അവർ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത ആകേണ്ടതായിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാ വിശിഷ്ട അതിഥികളെയും മെമ്പേഴ്സിനെയും ഇവിടെ ആയിരിക്കുന്ന സ്റ്റേജിലും പ്ലാറ്റ്ഫോമിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്യമത്തിലേക്ക് കടക്കട്ടെ എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എനിക്ക് റാന്നിയുമായിട്ട് വലിയ ജനിച്ചു വളർന്നെങ്കിലും എൻ്റെ 40 വർഷം ഞാൻ പുറത്ത് രാജ്യങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലുമായി ചിലവഴിച്ചതുകൊണ്ട് റാന്നിക്കാരുടെ വേണ്ട പൾസ് പഠിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതായിരിക്കും പൂർണ്ണ വിജയത്തിലെത്താത്തത്. എന്നാൽ ഒരു വിജയം എല്ലാ ബിസിനസ്സിലും വിജയം കണ്ടെത്തിയില്ല എന്ന് കരുതി ഞാൻ ആ ഉദ്യമങ്ങൾ ഒന്നും തന്നെ പിന്മാറുവാൻ ആഗ്രഹിക്കുന്നുമില്ല. പ്രോത്സാഹനം കിട്ടുക, അതിൻ്റെ ലാൻഡും ഡെവലപ്മെൻറ്റ്സും എല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു പടിയാണ്. ഇത് സ്റ്റാർട്ടപ്പ് ചെയ്താൽ മതി. ഇതൊരു ട്രയൽ എന്നുള്ള നിലയ്ക്ക്, ട്രയൽ അല്ല, ഇതിന് ഒരു വലിയ വിജയം ഞാൻ കാണുന്നുണ്ട്. കാരണം ഇത് വെറും ഒരു ഹോസ്പിറ്റൽ പണം ഉണ്ടാക്കാനായിട്ടൊരു സംവിധാനമെന്ന് മാത്രം ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഇത് ആതുര സേവന രംഗത്ത് ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എനിക്ക് ഒരു കാഴ്ചപ്പാടുണ്ട്. അത് അനേകരിലേക്ക് എത്തിക്കുക. തീർച്ചയായും ഒരു നല്ല സേവന മനോഭാവത്തോടെയാണ് ഇത് തുടങ്ങുന്നത്. ഇതിന് നല്ലൊരു പൂർണ്ണത ഉണ്ടാകുകയും നല്ല വളർച്ച ഉണ്ടാകുകയും ഇതുപോലെയുള്ള ക്ലിനിക്കുകൾ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലൊരു ടീമിൻ്റെ ക്രമീകരണമാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനുണ്ടാകണം. അതിലുപരി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് ഉണ്ടാകണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഇതിനോട് നല്ല മനോഭാവത്തോടെ പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഈ സ്ഥാപനം അനേകർക്ക് ആശ്വാസമായി തീരും. കൂടുതൽ കാര്യങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുവാൻ സർവശക്തൻ ഞങ്ങളെ സഹായിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്. അവർക്കെല്ലാം വ്യക്തിപരമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കടന്നു വന്ന എൻ്റെ എല്ലാ വിശിഷ്ട അതിഥികളെയും ഒരു പ്രാവശ്യം കൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. 25-ൽ പരം വർഷങ്ങളായി റാന്നിയെ തന്റെ നെഞ്ചിലേറ്റി റാന്നിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിക്കുകയും ദീർഘവർഷകാലം റാന്നി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സമാനതകളില്ലാതെ സംഭാവനകൾ നൽകിയ റാന്നിയുടെ മുൻ MLA ശ്രീ രാജു എബ്രഹാമിനെ റാഫ മെഡ്കെയറിന്റെ ഉദ്ഘാടന പ്രഭാഷണത്തിനായി ഹാർദവപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ അധ്യക്ഷ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രജി അടക്കം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പ്രിയപ്പെട്ട വർക്കേച്ചാന്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ, പാസ്റ്റർമാർ, മറ്റ് ജനപ്രതിനിധികൾ, വിശിഷ്ട വ്യക്തികൾ,
ജെസ്സി അലക്സ് സ്വാഗതം പറഞ്ഞപ്പോൾ ഇല്ലായിരുന്നു. ജെസ്സിക്കും സ്വാഗതം അർപ്പിക്കുകയാണ്. എൻ്റെ കസേര പോയല്ലോ, എനിക്ക് കുഴപ്പമില്ല. കസേര പ്രിയമുള്ളവരെ, സത്യത്തിൽ റാഫ മെഡ്കെയർ നമ്മുടെ നാടിൻ്റെ ഒരു തിലകക്കുറിയായി മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ അകത്ത് കയറിയപ്പോൾ സത്യത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ ഡോക്ടർ മനുവിനോടും വർക്കേച്ചനോടും പറഞ്ഞു, ഇതൊരു 5 സ്റ്റാർ ആണല്ലോ. അപ്പം ഡോക്ടർ മനു ഒരു കാര്യം സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ഈ ആശുപത്രി കണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട, ചാർജ് വളരെ തുച്ഛമായിരിക്കും. പറഞ്ഞത് കാര്യമായി. എന്തായാലും വർക്കേച്ചൻ്റെ ഒരു ടച്ച്, അതെല്ലാം ഒരു ദുബൈ ടച്ചാണ്, ആ നിലവാരമാണ്. സത്യത്തിൽ വലിയ സന്തോഷമുണ്ട് നമ്മുടെ നാട്ടുകാർക്കും ഇത്ര ഉന്നത നിലവാരത്തിലുള്ള ഒരു സ്ഥാപനം, ഒരു ക്ലിനിക്ക് കിട്ടുക എന്നത് ഏറെ സന്തോഷപ്രദമായ കാര്യം തന്നെയാണ്. ആരോഗ്യരംഗത്ത് മികച്ച സംഭാവന നൽകാൻ നമുക്ക് ഈ റാഫ മെഡ്കെയറിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വർക്കേച്ചൻ ദുബൈയിൽ നിന്ന് വന്ന സമയത്ത് എന്നോട് പറഞ്ഞതാണ്, നമുക്കൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി റാന്നിയിൽ തുടങ്ങണം. അത് തുടങ്ങാത്തതിൻ്റെ കാരണം അച്ഛൻ ഇവിടെ വിശദീകരിച്ചു. എന്തായാലും അതിനുശേഷം അദ്ദേഹം പല സന്ദർഭങ്ങളിൽ ഇതൊരു ക്ലിനിക്കാക്കണം എന്നുള്ള അഭിപ്രായവും പറഞ്ഞിരുന്നു. പക്ഷെ അന്നിവിടെ ലോഡ്ജും ഹോട്ടലും ഒക്കെ ആയതുകൊണ്ട് അത് സാധിച്ചില്ല. എന്തായാലും അല്പം വൈകിയാണെങ്കിലും ഇവിടെ ഒരു ക്ലിനിക്ക് അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം തുടങ്ങി വെച്ചതൊന്നും പരാജയമാണെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. കാരണം ഒരു ആയുർവേദ ആശുപത്രി, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആയുർവേദ ആശുപത്രിയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപം അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ എന്നെയും അച്ചായം പങ്കെടുപ്പിച്ചിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ. അത് ആ സ്കൂളിനെ നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സത്യത്തിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അച്ചായൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ അതിനെ നയിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യരംഗത്ത് അദ്ദേഹം കടന്നു വന്നതിനെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ മനു, നമ്മുടെ ഏറ്റവും അഭിനന്ദനായ ക്ലിമീസ് പിതാവ് ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. അഭ്യുദയ ക്ലിമീസ് പിതാവിനെ ഇവിടെ ഡോക്ടർ സ്വാഗതം ചെയ്തതാണ്. എങ്കിലും എൻ്റെ വകയായി കൂടി ഒരു സ്വാഗതം ഞാൻ പിതാവിന് അർപ്പിക്കുകയാണ്. കാരണം നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ പ്രായമുള്ളവരെ താമസിപ്പിക്കുന്ന ഒരു മികച്ച ഓൾഡ് ഏജ് ഹോം പിതാവ് നടത്തുന്നു. ഡോക്ടർ മനു അവിടെ നടത്തുന്ന സേവനങ്ങൾ സൗജന്യമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് പിതാവ് ഈ ചടങ്ങിലേക്ക് വന്നത് എന്ന് നമുക്കെല്ലാം തന്നെ അറിയാം. പിതാവിൻ്റെ സാന്നിധ്യം ഇന്നത്തെ ഈ ചടങ്ങിനെ കൂടുതൽ അനുഗ്രഹപ്രദമാക്കുന്നു. ഡോക്ടർ മനുവിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർ മനു നമുക്കറിയാം, വെച്ചുച്ചിറയിൽ മാത്രമല്ല, വെച്ചുച്ചിറയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്നാൽ എതിരില്ലാതെ ജയിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പം ഡോക്ടർ മനു വെച്ചുച്ചിറയിൽ. അപ്പം അത്തരത്തിൽ ഒരു വലിയ ജനകീയ ഡോക്ടറായിട്ട് തന്നെ ഡോക്ടർ മാറി. അതുപോലെ തന്നെ ഡോക്ടർ അശോക് റജി അടക്കം, നമ്മുടെ റജി താഴമൻ്റെ മകൻ കൂടിയാണ്, നമുക്കെല്ലാം അറിയാം. അപ്പം അടക്കമുള്ള ഡോക്ടർമാർ, അവരുടെ സേവനം ഇവിടെ റാന്നിയെ കൂടുതൽ ആരോഗ്യദായകമാകാൻ സഹായിക്കും. എല്ലാ ആശംസകളും എല്ലാ നന്മകളും പ്രത്യേകിച്ച് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയങ്കരനായ വർക്കേച്ചായൻ റാന്നിക്ക് ഇനിയും കൂടുതൽ, റാന്നിക്ക് മാത്രമല്ല കേരളത്തിനാകെ വലിയൊരു മുതൽക്കൂട്ടാണ് വർക്കേച്ചായൻ.
അച്ചായൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ സഹായങ്ങളും ഒരിക്കൽ കൂടി അച്ചായനോടൊപ്പം നമ്മളെല്ലാം ഉണ്ട് എങ്കിലും ഒരിക്കൽ കൂടി എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ രാജു എബ്രഹാം. പരിചയപ്പെടുത്തലുകളോ ആമുഖമോ ആവശ്യമില്ലാത്ത വിശിഷ്ട വ്യക്തിത്വത്തിന് ഉടമയാണ് അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രോപൊലീത്ത തിരുമേനി. തിരുമേനിയുടെ സാന്നിധ്യം തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുഗ്രഹീതമാണ്. തിരുമേനിയെ ഇന്നത്തെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച പ്രഭാഷണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എവിടെ ആയിരിക്കണമെന്ന് അറിയാൻ പറ്റും. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. റാന്നിയുടെ ഹൃദയഭാഗത്ത് ഇങ്ങനെ ഒരു സമ്മേളനത്തിൽ അതിരാവിലെ സംബന്ധിക്കുവാൻ ഇപ്പം താമസിച്ചാണെങ്കിലും സാധിച്ചതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ പ്രിയ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ രാജു എബ്രഹാം ഇത് ഉദ്ഘാടനം ചെയ്തതിലുള്ള സന്തോഷവും പ്രത്യേകം അറിയിക്കട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ മഹൽ വ്യക്തികളുമേ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഡോക്ടർ മനു, പിന്നെ കാച്ചാണ കുടുംബത്തിൽപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാരുമേ, ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ റാന്നി പ്രദേശത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടിപ്പോൾ 68 വർഷമായി. ഞാൻ പത്തനംതിട്ട ബേസിൽ ദേറായിലാണ് ആദ്യമായി ഒരു ഷമ്മാസിനായി വന്ന് താമസിച്ചത്. അന്ന് മുതൽ റാന്നി പാലമൊക്കെ പണിയുന്നതിന് മുമ്പ്, അത്തിക്കയത്ത് പാലം പണിയുന്നതിന് മുമ്പ് ഇവിടെയുള്ള പള്ളികളിൽ ഇങ്ങനെ സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. പിന്നീടാണ് ഞാൻ മെത്രാപ്പൊലീത്തയായി വയനാട്ടിൽ പോയത്. സുൽത്താൻ ബത്തേരിയിൽ ഇതൊരു 18 വർഷം ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ ഇവിടെ തിരിച്ചു വന്നത് അതിൻ്റെ സാഹചര്യം ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യൗസേബിയൂസ് തിരുമേനി കാലം ചെയ്തപ്പോൾ എന്നെ സുൽത്താൻ ബത്തേരിയിൽ ഇവിടെ സ്ഥലം മാറ്റി. കോടതി ജോലി റിട്ടയർ ചെയ്തിട്ട് വിശ്രമിക്കാൻ വേണ്ടി മാറ്റിയതാണ്. പക്ഷേ ദൈവം അങ്ങനെ നല്ല നിയോഗം നൽകിയത്. അപ്പോഴാണ് എന്നെ മേൽപ്പെട്ട സ്ഥാനത്ത് ആക്കി വയനാട്ടിലേക്ക് വിട്ടത്. എങ്കിലും ആ സ്ഥലം ഞാൻ നഷ്ടപ്പെടുത്താതിരുന്നു. അതാണ് പ്രിയപ്പെട്ട രാജു എബ്രഹാം ഇപ്പോൾ പറഞ്ഞത്, ഒരു മേഴ്സി ഹോം സ്ഥാപിച്ചു. അതിനെന്നെ അന്ന് സഹായിച്ചത് നമ്മുടെ വടശ്ശേരിയത്തെ BJ ജോസഫത്തിനായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലാതിരുന്നത് വളരെ ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ 80 പേര് താമസിക്കുന്നു. അപ്പോൾ ഈ പ്രിയപ്പെട്ട ഡോക്ടർ അവിടെ വെച്ചുച്ചിറ വന്ന് തുടങ്ങിയത് മുതൽ ഇത്ര 80 രോഗികളെ സൗജന്യമായി വന്ന് സഹായിച്ച് ചികിത്സിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂടിയ സേവന സന്നദ്ധത എന്താണെന്നുള്ളതാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹത്തെ പരിചയമായത് മുതൽ എനിക്ക് ഏതൊരു കാര്യത്തിന് ആവശ്യപ്പെട്ടാൽ ഒഴികഴിവ് പറയാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് പ്രിയപ്പെട്ട MLA രാജു എബ്രഹാം പറഞ്ഞതുപോലെ ചൂച്ചറ മേഴ്സി ഹോമിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം അവിടുത്തെ സിസ്റ്റർ ഇന്ന് പനിയായി കിടപ്പിലായതുകൊണ്ട് വരാൻ സാധിക്കില്ല. ഞാൻ അത്യാവശ്യമായിട്ട് വന്നിരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ന് രാവിലെ ഒരു മാമോദീസായും കുർബാനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുവാൻ അല്പം താമസിച്ചു പോയതിൽ സദയം ക്ഷമിക്കുക. നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതകാലത്ത് ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന ഒരു ആയുസ്സുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ ആയുസ്സൊക്കെ തന്ന്, ആരോഗ്യം തന്ന്, സമ്പത്ത് തന്ന്, ബുദ്ധി തന്ന്, എല്ലാം തന്ന് നമ്മളെ എന്തിനാണ് ആക്കിയിരിക്കുന്നതൊരു ചോദ്യമുണ്ട്. അത് പലപ്പോഴും നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കേണ്ടതാണ്. എന്തിനാണ് ഇതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്? സ്വത്തുണ്ട്, പണമുണ്ട്, പൊന്നുണ്ട്, വസ്തുവുണ്ട്, വിഭവങ്ങളുണ്ട്, ബുദ്ധിയുണ്ട്, ആരോഗ്യമുണ്ട്, എന്തെല്ലാം അനുഗ്രഹിച്ച് നമുക്ക് തന്നിരിക്കുന്നു. അത് സാമൂഹ്യ പ്രതിബദ്ധതയിൽ അത് കൈകാര്യം ചെയ്ത് കൊള്ളാൻ നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കും, അധികത്തിന്മേൽ അധികാരിയാകുമെന്നുള്ള ഒരു വലിയ ദൗത്യം നിർവഹിക്കുവാനാണെന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടാകണം. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ മനു ഒരു നിമിഷത്തിൽ ഇങ്ങോട്ട് വരണം.
ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഒരു ചെറിയ പൊന്നാട അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അത് എൻ്റെ വ്യക്തിപരമായതല്ല, എൻ്റെ സ്ഥാപനത്തിൻ്റെയും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രതീകമായി വാക്കുന്നുണ്ട്. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു റജി, ഈ റാഫ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്ത റാന്നിയുടെ മുൻ MLA ശ്രീ രാജു എബ്രഹാം, മുഖ്യ പ്രഭാഷണം നടത്തിയ അഭിവന്ധ്യ കുര്യാക്കോസ് മാർസ് ക്ലിമീസ് മെത്രാപ്പൊലീത്ത തിരുമേനി, പ്രിയപ്പെട്ട ശ്രീ സമദ് മേപ്പറത്ത്, ശ്രീ ആലിച്ചൻ ആറുന്നിൽ, പ്രിയപ്പെട്ട ശ്രീ സനോജ് മേമന, പഴവങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനിത അനിൽകുമാർ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ ജേക്കബ് സ്റ്റീഫൻ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KS ഗോപി, ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി ജെസ്സി അലക്സ്, ശ്രീ സജി നെല്ലുവേലിൽ, റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശോഭ ചാർലി, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, റാന്നിയുടെ ഈ സന്തോഷ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ടവരെ, റാന്നിയെ സംബന്ധിച്ച് ഇതൊരു അനുഗ്രഹീത നിമിഷമാണ്. റാന്നിക്ക് ഒരു ചികിത്സാ സൗകര്യത്തിന് വേണ്ടി നല്ലൊരു ആശുപത്രി ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കാച്ചാണത്ത് വർക്കി എബ്രഹാം നമുക്ക് ഇന്ന് തുറന്നു നൽകിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട വർക്കി എബ്രഹാമിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട വർക്കി എബ്രഹാമും അതോടൊപ്പം തന്നെ വെച്ചുച്ചിറയിലെ ജനങ്ങൾ കൈപ്പുണ്യം അറിഞ്ഞ പ്രിയപ്പെട്ട മനു ഡോക്ടറും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ യാതൊരു സംശയം വേണ്ട, റാന്നിക്ക് ചിരകാല അഭിലാഷമായിരുന്ന ഒരു എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രി ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ വർക്കി എബ്രഹാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസ് എ മാൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, എന്തിനേയും രൂപാന്തരപ്പെടുത്തുന്ന ഒരാളാണ്. ഞാനത് പറയാൻ കാര്യം, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പല്ലൊരു അച്ചായ സ്കൂൾ എടുക്കുന്നതിന് 2-3 വർഷം മുമ്പ് ഞാൻ ആ സ്കൂളിൽ കടന്നു പോയുണ്ടായി. വേറെ ആർക്കും വേണ്ടിയല്ല, എൻ്റെ സഹോദരൻ്റെ മകന് അവർ വിദേശത്താണ്, നാട്ടിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വേണ്ടി ഒരു സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ കൊണ്ട് സ്കൂൾ കാണിച്ചു, ഹോസ്റ്റൽ കാണിച്ചു. പക്ഷേ ആ കുട്ടി അവിടെ പഠിക്കാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ മറ്റൊരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി അവിടെ കടന്നു ചെന്നപ്പോൾ വർക്കി എബ്രഹാം സാർ സ്കൂൾ ഏറ്റെടുത്ത് ഇതിന് ശേഷം അവിടെ കടന്നു ചെന്നപ്പോൾ അത്ഭുതകരമെന്ന് പറയട്ടെ, കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യമുള്ള ഒരു സ്കൂളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തിനെ രൂപാന്തരപ്പെടുത്താൻ ദൈവം കഴിവ് കൊടുത്ത ഒരാളാണ് ശ്രീ വർക്കി എബ്രഹാം. അദ്ദേഹം വിദേശത്തു നിന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ നാടിനു വേണ്ടി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആദ്യം ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് തുടങ്ങിയത്. പിന്നെ അദ്ദേഹം അത് ഒരു ലോഡ്ജും ഹോട്ടലും ഒക്കെ ആയി പ്രവർത്തിക്കുകയും, പക്ഷേ കോവിഡിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചിന്തയ്ക്കും താല്പര്യത്തിനും ഒത്തു പോകാൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ ഇന്ന് അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു ആശുപത്രി റാഫ മെഡിക്കൽ കെയർ ഹോസ്പിറ്റലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ യാതൊരു സംശയം വേണ്ട, ഇത് റാന്നിയിലെ ജനങ്ങൾക്കൊരു അനുഗ്രഹീത ആശുപത്രിയായി മാറും, പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു ആശുപത്രിയായി മാറും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ വർക്കി എബ്രഹാമിനെ, ശ്രീ മനു ഡോക്ടറെയും ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും ബഹുമാനിയായ അങ്ങാടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബിന്ദു റജി,
ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ മുൻ MLA ശ്രീ രാജു എബ്രഹാം, ഈ മെഡിക്കൽ സംവിധാനം ഒരുക്കി തന്ന വർക്കിച്ചായൻ, അതുപോലെ തന്നെ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, റാന്നി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറായ ജാക്കബ് സ്റ്റീഫൻ, ശ്രീമതി ആമുഖ പ്രസംഗം നടത്തിയ വർക്കി എബ്രഹാം കാച്ചാനത്ത് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപി അവറുകൾ, പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അനിത അനിൽകുമാർ, റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ചാർലി, ബ്ലോക്ക് മെമ്പർമാരായ അഡ്വക്കേറ്റ് JK സ്റ്റീഫൻ, അങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ സതീഷ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായ സമദ് മേപ്പർത്ത്, ശ്രീ ആലിച്ചൻ ആറോന്നിൽ, സനോജ് മേമന, ഷൈൻജി കുറുപ്പ്, ശ്രീ സജി നെല്ലുവേലി, ശ്രീ റിങ്കു ചെറിയാൻ, TC തോമസ്, നിസാം കുട്ടി, അങ്ങാടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സൈനി മാത്യൂസ്, ശ്രീ CV മാത്യു, പ്രസിഡന്റ് കേരള വ്യാപാരി ഏകോപന സമിതി റാന്നി, കൃതജ്ഞത അറിയിപ്പിക്കുന്ന ശ്രീ പിജോ, ഇവിടെ സ്വാഗതം അറിയിപ്പിച്ച ഡോക്ടർ മനു, റാപ്പ കെയറിലെ ഡോക്ടർമാർ, സ്റ്റാഫ് അംഗങ്ങളെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യരെ, വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കാച്ചാനത്ത് എബനേസർ ഗ്രൂപ്പിൻ്റെ ഒരു സ്ഥാപനം കൂടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. നമുക്കറിയാം, വിദേശത്തും അതുപോലെ തന്നെ നമ്മുടെ സ്വദേശത്തും അനവധി സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുകയും അനേകം ആൾക്കാർക്ക് തൊഴിൽ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ അനേക സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാച്ചാനത്ത് എബനേസർ ഗ്രൂപ്പ്. ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വർക്കി എബ്രഹാം അവരുടെ പ്രത്യേക അനുമോദനം അറിയിക്കുകയാണ്. ഇന്ന് പുതിയൊരു ആരോഗ്യ പരിപാലന കേന്ദ്രം നമ്മുടെ അങ്ങാടി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗമായ നമ്മുടെ പേട്ടയിലെ കാച്ചാനത്ത് ബിൽഡിങ്ങിൽ ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ നേതൃത്വം നൽകുന്ന നമ്മുടെ ഡോക്ടർ മനുവാണ്. മനു ഡോക്ടറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിൽ നല്ല സേവനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തിയാണ് മനു ഡോക്ടർ. കോവിഡിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ വിലമയ്ക്കാൻ ആവാത്തതാണ്. അതുപോലുള്ള സേവനങ്ങൾ നടത്തിക്കൊണ്ട് ജനഹൃദയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മനു ഡോക്ടർ. പല സന്ദർഭങ്ങളിൽ രാത്രി സമയങ്ങളിലൊക്കെ ഞാൻ മനു ഡോക്ടറെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ട്. അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭവനങ്ങളിൽ ഓടിയെത്തി ചികിത്സ നൽകാൻ യാതൊരു പ്രതിഫലവും മേടിക്കാതെ ചികിത്സ നൽകുന്നത് എനിക്ക് കാണാൻ കഴിയും. എടുത്ത് പ്രവർത്തിച്ച നമ്മുടെ കാച്ചാനത്ത് അച്ചാനോടുള്ള പ്രത്യേക അനുമോദനം അറിയിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന റാഫ കെയർ എന്ന ഈ സ്ഥാപനം നമ്മുടെ ജനങ്ങൾക്കെല്ലാം ഏറ്റവും ഉപകാരപ്രദമാകട്ടെ, റാന്നിക്കൊരു മുതൽക്കൂട്ടാകട്ടെ, ആതുര സേവന രംഗത്ത് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങാടി പഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കാച്ചാനത്ത് ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ വർക്കി എബ്രഹാം നേതൃത്വം നൽകുന്ന ഡോക്ടർ മനു വർഗീസ്, നമ്മുടെ പ്രിയപ്പെട്ട ജനകീയ ഡോക്ടർ, മേൽനോട്ടത്തിൽ നടത്തുന്ന അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടി പുതുതായി ആരംഭിച്ചിരിക്കുന്ന റാഫ മെഡ്കെയർ ആശുപത്രിക്ക് എല്ലാ ആശംസകളും നേരുന്നു. റഫ മെഡ്കെയർ ഞങ്ങളുടെ ഒരു സ്വപ്നത്തിൻ്റെ പ്രാരംഭ ദിശയാണ്. തീർച്ചയായും ദീർഘവർഷങ്ങൾ ഒരു മെഡിക്കൽ സേവന രംഗത്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമായി മനസ്സിൽ താലോലിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം, അത് ഇന്നത്തെ ദിവസം യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇവിടെ വരുന്ന രോഗികൾക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും ചികിത്സാ സമ്പ്രദായങ്ങളും അവർക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഇവിടെ വരുന്ന ആരും നിരാശരായി മടങ്ങിപ്പോകത്തില്ല. പ്രത്യുത അവർ സന്തോഷവാനായി അവരുടെ ശാരീരിക സൗഖ്യം, അവരുടെ മാനസിക സൗഖ്യം,
അവരുടെ സ്പിരിച്വൽ സൗഖ്യം അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നതാണ്. ഭാവിയിൽ ഇതിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് ഇതിൻ്റെ ശാഖകളെ നീട്ടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഞങ്ങളുടെ ആഗ്രഹം ദൈവം സാധിപ്പിച്ചു തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകദേശം 300 ബെഡിൻ്റെ ഉള്ള ഒരു ഹോസ്പിറ്റല് ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ട്. അതിൻ്റെ ഒരു പ്രാരംഭമായിട്ട് ഈ റഫ മെഡ്കെയർ തീരട്ട് ഇവിടെ പ്രാഗൽഭ്യമുള്ള നല്ല ഡോക്ടേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാം ഒരുമിച്ച് നല്ല യൂണിറ്റായി പ്രവർത്തിക്കുന്നു. ഇന്ന് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം അത് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശക്കാരും നാട്ടുകാരും എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ളവരും ആധ്യാത്മിക രംഗത്തുള്ളവരും അതിനെ അനുമോദിക്കുകയും ആശംസിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ എല്ലാം ഒരു അനുഗ്രഹത്തിന് ഇത് റഫ മെഡ്കെയർ ഇടയാകട്ടെ. തുടർന്ന ദിവസങ്ങളിൽ അത് പാലിയേറ്റീവ് കെയറിൻ്റെ പ്രവർത്തനവും ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ഇതും ദൈവനാമത്തിന് അനേകരുടെ ആശ്വാസത്തിന് കാരണമായി തീരും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കും. അങ്ങാടി പഞ്ചായത്തിൻ്റെ പേരിലുള്ള എല്ലാ ആശംസകളും ഈ സ്ഥാപനത്തിന് നേരുന്നു. നമ്മുടെ റാന്നിയുടെ ആതുര സേവന രംഗത്തിലേക്ക് ഈ ഒരു സ്ഥാപനം പുതുക്കൂട്ടാകട്ടെ, അനേകം ജനങ്ങൾക്ക് ഇതൊരു ആശ്വാസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങാടി പഞ്ചായത്തിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എൻ്റെ പേര് പ്രിജോ ഇബ്രഹാം. ഞാൻ CEO ഓഫ് റഫ മെഡ്കെയർ. വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങളുടെ 1ാമത്തെ ദിവസം ആരംഭിക്കുകയാണ് ഇവിടെ. റാന്നിയുടെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കാൻ സന്നദ്ധരാണ്. ഇവിടെ വളരെയധികം നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ചികിത്സാ രീതികളും ഏറ്റവും ആധുനിക സൗകര്യങ്ങളും നിറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനറിയാണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് കടന്നു പോകുവാനും നിങ്ങൾക്ക് സൗഖ്യം പ്രാപിക്കുവാനും സാധിക്കുന്നതാണ്. ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ സേവിക്കുവാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കാച്ചാണത്ത് എബനസർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ റാന്നിയിൽ ആരംഭിച്ചിരിക്കുന്ന റാഫ മെഡ്കെയർ ആശുപത്രി റാന്നിയിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. റാഫ മെഡ്കെയർ ആശുപത്രിക്ക് റാന്നിയിലെ സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ വർക്കി എബ്രഹാം കാച്ചാണത്തും ശ്രീ പ്രിജോ വർക്കി എബ്രഹാമും ഒക്കെ റാന്നിയിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ എന്നും ഒരു താങ്ങ് നമ്മളായി നിൽക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന മെഡിക്കൽ ടീമിന് നേതൃത്വം കൊടുക്കുന്ന മനു ഡോക്ടർ റാന്നിയിലെ ജനങ്ങൾക്ക് നല്ല അഭിപ്രായം ഉള്ള ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് റാഫ മെഡ്കെയർ ആശുപത്രി നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ, ജനങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി. നമ്മളോടൊപ്പം ഉള്ളത് കാച്ചാണത്ത് ഗ്രൂപ്പിൻ്റെ എല്ലാമായ, അതായത് ഒറ്റയാൾ പോരാട്ടത്തിലുള്ള ഒരുപാട് ഹോസ്പിറ്റലുകൾ സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ്. ഹോസ്പിറ്റൽ സ്വന്തമാക്കിയത് മാത്രമല്ല, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന നമ്മുടെ മനു ഡോക്ടർ, വെച്ചുചെറുക്കാരുടെ സ്വന്തം മനു ഡോക്ടറാണ്. പക്ഷേ മനു ഡോക്ടർ റാന്നിക്കാരനാണ്, പക്ഷേ അതാർക്കും അറിയത്തില്ല. അപ്പം നമുക്ക് മനു ഡോക്ടറിലേക്ക് പോകാം, അദ്ദേഹത്തോട് ചോദിക്കാം എന്തൊക്കെയാണ് ഈ റാഫ മെഡ്കെയറിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെ സേവനങ്ങളാണ് ഇവിടെ ചെയ്തതെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം. വളരെ സന്തോഷമുള്ള ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ കുറേ നാളത്തെ ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു റാന്നിയിൽ ഇതുപോലെയുള്ള ഒരു ആതുരാലയം ഉണ്ടാവുക എന്നുള്ളത്. ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനമാകുന്ന രീതിയിലാണ് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏകോപിപ്പിച്ചിട്ടുള്ളത്. ഇപ്രകാരം ഏറ്റവും നല്ലൊരു സ്ഥാപനം ഇങ്ങനെ റാന്നിയിൽ തുറക്കുവാൻ ദൈവം അവസരങ്ങൾ നൽകിയതിൽ ഞാൻ സർവശക്തന് നന്ദി അർപ്പിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഏറ്റവും മികവുറ്റ സ്റ്റാഫുകളെയും അതോടൊപ്പം തന്നെ ഡോക്ടേഴ്സിനെയാണ് ഞങ്ങളിവിടെ അണിനിരത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രഗത്ഭരായ കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജി, ENT, ഡെർമറ്റോളജി, ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഞങ്ങൾ തുടക്കം തന്നെ റാന്നി നിവാസികൾക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഡോക്ടർമാരും സ്റ്റാഫുകളും ഞങ്ങളുടെ കൈമുട്ടുകയാണെന്ന് എടുത്തു പറയുന്നതിൽ യാതൊരുവിധ സംശയങ്ങളില്ല. അതോടൊപ്പം തന്നെ ലാബ് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ നല്ല ആക്യുറസിയിൽ റിസൾട്ടുകൾ നൽകുന്ന ഡയബറ്റിക് ഫംഗ്ഷനടക്കം 16 ദിവസങ്ങളിൽ തന്നെ റിസൾട്ടുകൾ നൽകുന്ന അതോടൊപ്പം തന്നെ ഡിജിറ്റൽ എക്സ്റേ, കൂടാതെ ഉടനെ തന്നെ എക്കോ, TMT അടക്കമുള്ള ടെസ്റ്റുകൾക്ക് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് ഞങ്ങളിവിടെ നിവാസികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഒരു രോഗി പോലും ചികിത്സ ലഭിക്കാതെയോ പണമില്ലാത്തതിൻ്റെ പേരിലോ ചികിത്സ ലഭിക്കാതെയോ ഈ റാന്നി പ്രദേശത്ത് ഉണ്ടാകുകയില്ല എന്ന് ഞങ്ങൾ റാഫ മെഡ്കെയർ ഏറ്റവും മികവുറ്റ
രീതിയിൽ ചികിത്സകൾ ഏകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആർക്കും എതിരായോ തുടങ്ങിയ ഒരു സ്ഥാപനത്തിൽ ദീർഘനാളത്തെ ഞങ്ങളുടെ സ്വപ്നവും ഞങ്ങളുടെ ചെയർമാൻ്റെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ 5 ഡോക്ടർമാരാണ് ഇവിടെ ഈ കാര്യങ്ങൾക്ക് ഓപ്പറേഷൻസിന് നേതൃത്വം നൽകുന്നത്. ഡോക്ടർ സൂസന, ഡോക്ടർ ലിഡിയ, ഡോക്ടർ മെൽവിൻ, ഡോക്ടർ പ്രീതി, ഇവരെല്ലാം കൂടി അടങ്ങുന്ന ഒരു ടീമാണ് ഞങ്ങൾ ടീം റാഫയിൽ ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. ഇപ്രകാരം ഇങ്ങനൊരു സ്ഥാപനം റാണി നിവാസികൾക്കായി ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളാലാവുന്ന രീതിയിൽ ഹോം കെയർ അടക്കം പാലിയേറ്റീവ് കെയർ അടക്കം ഏറ്റവും മികവുറ്റ സേവനം, രോഗികളെ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കുകയും ഏറ്റവും മികച്ച രീതിയിലുള്ള ശുശ്രൂഷകൾ റാണി നിവാസികൾക്ക് നൽകുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഏത് ആവശ്യത്തിനും ഏത് സമയത്തും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളാലാവുന്ന രീതിയിൽ ഞങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് അല്ല, ഞങ്ങൾക്ക് പറ്റാത്തൊരു കേസാണെങ്കിൽ നിങ്ങളെ മികച്ച സ്ഥലത്തേക്ക് എത്തിക്കുവാനായിട്ട് ഏറ്റവും സജ്ജമായ ഒരു എമർജൻസി ടീമാണ് ഞങ്ങൾക്കൊപ്പമുള്ളത്. ഡോക്ടർ അശോക് രഞ്ജിത്താകമൻ അതിന് നേതൃത്വം നൽകുന്നു. അങ്ങനെ ഓരോ ഡോക്ടേഴ്സിനെ പറ്റി എടുത്തു പറയുന്നത് എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ, വെച്ചൂച്ചിറയിലും തടിയൂരിലും നൽകിയ പിന്തുണ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഏറ്റവും അഫോർഡബിളായിട്ടുള്ള റേറ്റുകളാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആരും തന്നെ സാമ്പത്തികത്തിൽ ഇല്ല എന്നുള്ള പേരിൽ ചികിത്സ മുടങ്ങില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുന്നു. വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഏതാവശ്യം വന്നു കഴിഞ്ഞാലും വിളിക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ നാളുകൾ നൽകിയ പിന്തുണയും പ്രാർത്ഥനയും ഈ റാണി പ്രദേശം ഉണ്ടാകുന്നത് വളരെ സന്തോഷത്തോടെ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയുമാണ് ഞങ്ങളുടെ നിലവിൽ ഏറ്റവും ആദ്യമായി നിങ്ങളേവരെയും ആവശ്യം വന്നാൽ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ യാതൊരുവിധ മടിയും കൂടാതെ വരുന്നതിന് ഹാർദവമായി സ്വാഗതം ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ചാർലി. ആരോഗ്യ സേവന രംഗത്ത് റാന്നിയിൽ പുതിയ പുത്തൻ പ്രതീക്ഷകളുമായി റാഫ മെഡ് കെയർ ഹോസ്പിറ്റൽ എല്ലാവർക്കും സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റാന്നിയിലെ ജനങ്ങളുടെയും സമഗ്രമായ വികസനത്തിന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാച്ചാനത്ത് കുടുംബത്തിനോടുള്ള എല്ലാവിധ ആശംസകളും നേർന്നു. റാന്നിയിലെ പുതിയതായിട്ട് ആരംഭിച്ച റാഫ മെഡ് കെയറിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് റാന്നി. ഈ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് റാന്നിയിലെ പൊതുസമൂഹത്തിന് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ റാഫ മെഡ് കെയറിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാച്ചാനത്ത് ഗ്രൂപ്പിന് എല്ലാവിധമായ ആശംസകളും നേരുക. പ്രിയമുള്ളവരെ, ഞാൻ അനിത അനിൽകുമാർ, റാന്നി പഴമനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. റാന്നി ജനങ്ങൾക്ക് ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആവശ്യമായിരുന്നു. അത് ഇന്നലെ ആരംഭിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ മനു, അതുപോലെ തന്നെ കാച്ചാനത്ത് വർക്കി, അദ്ദേഹം എല്ലാവരും വളരെ നല്ല രീതിയിൽ റാന്നിയുടെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. മെഡ് കെയറിന് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊള്ളും. റാന്നിയുടെ ഹൃദയഭാഗത്ത് റാഫ മെഡ് കെയർ എന്ന സ്ഥാപനം തുടക്കം കുറിച്ചിരിക്കുന്നു. റാന്നിയെ സംബന്ധിച്ച് ആതുര സേവന രംഗത്ത് ഒരു പുത്തൻ കാൽവെപ്പോടുകൂടിയാണ് ഈ സ്ഥാപനം തുടക്കം കുറിച്ചത്. തീർച്ചയായിട്ടും റാന്നിയിലെ ജനങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു രംഗം തന്നെയാണ് ആതുര സേവനം. തീർച്ചയായിട്ടും ഈ മലയോര ഗ്രാമപ്രദേശത്ത് ഈ ആശുപത്രി നാൾക്കുനാൾ അഭിവൃദ്ധിയിലേക്ക് വരട്ടെ. ഇവിടെ നല്ല സേവനങ്ങൾ, വിദഗ്ധരായ ഡോക്ടർമാരുടെ നല്ല സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുവാൻ ഇതിന് മുൻകൈയെടുത്ത കാച്ചാണത്തെ എബനേസർ ഗ്രൂപ്പിനോട് അതിൻ്റെ ചെയർമാൻ വർക്കി എബ്രഹാമിനോടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ മനുവിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം വെച്ചിച്ചിറയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ക്ലിനിക്കുമായിട്ട് ആ പ്രദേശത്ത് ഏറെ ജനങ്ങളുമായിട്ട് ഏറ്റവും ഇടപഴകി അവരുടെ ആതുര സേവന രംഗത്ത് അവരുടെ നല്ല രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ മനു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലിനിക്ക് ഇവിടെ നടത്തുന്നത്. ആ മനുവിൻ്റെ സേവനം നമുക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുത്തുകയുമാണ്. ഒപ്പം ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.
റാന്നിയിൽ പുതിയതായി തുടക്കം കുറിച്ച റാഫ മെഡ്കെയർ ഹോസ്പിറ്റലിന് എൻ്റെ എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. കഴിഞ്ഞ ദീർഘകാലങ്ങളായി റാന്നിയുടെ സമഗ്ര വികസനത്തിനായി റാന്നി കാച്ചാണത്ത് കുടുംബം നൽകി തരുന്ന സംഭാവനകൾ ഈ സമയത്ത് സ്നേഹത്തോട് ഓർക്കുകയാണ്. കാച്ചാണത്ത് കുടുംബത്തിന്റെ ഈ പുതിയ സംരംഭം റാന്നിയിലെ ജനങ്ങൾക്കും റാന്നിക്കും വലിയൊരു മുതൽക്കൂട്ടാവുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മനു ഡോക്ടറിനും അതുപോലെ തന്നെ കാച്ചാണത്ത് വർക്കി എബ്രഹാം സാറിനോടുള്ള നന്ദിയും സ്നേഹവും. റാന്നി പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന റാഫ മെഡ്കെയർ ആശുപത്രി റാന്നിയുടെ ആരോഗ്യ പരിപാലന രംഗത്ത് വലിയൊരു ഉണർവാണ് നൽകുന്നത്. റാഫ മെഡ്കെയർ ഹോസ്പിറ്റൽ റാന്നിയിലെ ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വെള്ളി നക്ഷത്രമായി തിളങ്ങട്ടെ. ആശുപത്രിയുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിനും എല്ലാ ആശംസകളും നേരുന്നു.